കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുമളി എന്ന സ്ഥലത്തെ പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രം. കണ്ണകി എന്ന് വിളിക്കുന്ന മംഗളാദേവിയെ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നു കരുതി. എന്റെ ഉറ്റ സുഹൃത്ത് അംബികയാണ് ഇതിനു നിമിത്തമായത്. കെഎസ്ആർടിസി ഉല്ലാസയാത്ര ചാലക്കുടി മുഖേനയാണ് എനിക്ക് മംഗളാദേവി ക്ഷേത്ര ദർശനഭാഗ്യം സാധ്യമായത്. ടൂർ ഓപ്പറേറ്റർ മിസ്റ്റർ പെരേര ആണ് ആദ്യമായി മംഗളാദേവിയിലേക്ക് കെഎസ്ആർടിസി ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിജയിപ്പിച്ചത്. ഏപ്രിൽ 22, 2024 രാത്രി 9:30 ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ട കെഎസ്ആർടിസി ബസ് വെളുപ്പിന് 3 മണിയോടുകൂടി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഡോക്ടർ കെ.എം. മെമ്മോറിയൽ ഇന്റർനാഷണൽ ഗസ്റ്റ് ഹൌസ് കുമളിയിൽ എത്തിച്ചേർന്നു. എല്ലാവരും ഫ്രഷ് ആയപ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ടാക്സി ജീപ്പുകൾ എത്തി. 4:30 ഞങ്ങൾ ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെട്ടു. ചെക്ക് പോസ്റ്റ് കടന്നാൽ പിന്നെ 6 മണിക്കാണ് വനത്തിലേക്കുള്ള പ്രവേശനം. പ്ലാസ്റ്റിക് ഒരു തരത്തിലും അകത്തേക്ക് കടത്തില്ല. കർശന നിയന്ത്രണവും ചെക്കിങ്ങും കഴിഞ്ഞേ പ്രവേശനമുള്ളൂ. മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. കണ്ണകി എന്നും സങ്കല്പമുണ്ട്. പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്നു കരുതപ്പെടുന്നു. പുരാതന ചേരശൈലിയിൽ ശിലാപാളികൾ അടുക്കിവെച്ച നിർമ്മാണരീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് 16 കിലോമീറ്ററോളം ദൂരത്തിൽ, അതായത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് 9.9 മൈൽ ഉള്ളിൽ ആയി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം കടൽനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത്. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകിക്കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എന്ന് വിളിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു. ചിത്രപൗർണമി നാളിൽ, അതായത് വിഷു കഴിഞ്ഞുവരുന്ന ആദ്യത്തെ പൗർണമി നാളിൽ ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. 1980കളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് അറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായി നിസ്സംശയമായും കേരളത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള ഇവിടം തർക്കപ്രദേശമായി. പിന്നീട് ചിത്രപൗർണമി ദിവസം ക്ഷേത്രങ്ങളിൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുക്കുന്നു. ഇവിടത്തെ ചിത്രപൗർണമി ഉത്സവം പ്രശസ്തമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഉത്സവത്തിനു എത്തിച്ചേരുന്നു. ഉത്സവത്തിന് പ്രത്യേക പൂജകൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണിവരെ തുടരുന്നു. അതുകഴിഞ്ഞു പ്രസാദവും കഴിച്ചു മടങ്ങാം. ഭക്തജനങ്ങൾക്ക് കുടിവെള്ളവും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യവും അന്നേ ദിവസം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുക. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പ്രത്യേകം അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിലോ കാട്ടിനുള്ളിലൂടെ 16 കിലോമീറ്റർ നടന്നോ ഈ ഒരു ദിവസം മാത്രം ഭക്തന്മാർക്ക് മംഗളാദേവിയിൽ പ്രവേശനമുണ്ട്. ഒരുപാട് ഭക്തജനങ്ങൾ കൈകുഞ്ഞുമായി വരെ മല നടന്നുകയറുന്ന കാഴ്ച കാണാനായി. അതിനുപുറമെ തൊട്ടടുത്തുള്ള മലയിൽ നിന്നും മംഗളാദേവി ക്ഷേത്രമിരിക്കുന്ന മലയിലേക്കു നടന്നുവരുന്ന ഭക്തജന കാഴ്ചയും അതിശയമായി. അങ്ങനെ ഒരു 7:30 ഞങ്ങൾ മലമുകളിലെത്തി. വളരെ മനോഹരവും അതിശയവും നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് മുകളിൽ നിന്നും കാണാൻ കഴിയുക. ഒരുപാട് മലകൾ ചുറ്റുമുണ്ട്. മുകളിലേക്കുള്ള തിരിഞ്ഞും വളഞ്ഞുമുള്ള വഴികളും അതിലെ വരുന്ന ജീപ്പുകളുടെ നിരയും നമ്മളെ അതിശയിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് നീണ്ട വരിയിൽ നിന്ന് ഗണപതി ഹോമവും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മംഗളാദേവി ദർശനവും കഴിഞ്ഞു പ്രസാദമായി കിട്ടിയ പുളിസാദവും കഴിച്ചു 9 മണിയോടെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. പോകുന്ന വഴികളിലെല്ലാം ഇടവിട്ടിടവിട്ട് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പോലീസുകാരെ കാണാം. മറ്റൊരു ദിവസവും ആരെയും വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയില്ല. മംഗളാദേവി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരള വനം വകുപ്പിന്റെ കർശന നിയന്ത്രണത്തിലാണ്. ഉത്സവ ദിവസം കണ്ണകി ട്രസ്റ്റ്, തമിഴ്നാട് ഗണപതി ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ്, കുമളി എന്നിവർ സംഘാടനത്തിനു നേതൃത്വം വഹിക്കുന്നു.